അറബി ഉസ്താദിന് മൂന്നുണ്ടെങ്കിൽ പരിചയമില്ലെങ്കിലും പരിചയമായിരുന്നു ഉസ്താദിന്റെ സ്വഭാവം. ഒരു പരിചയമില്ലാത്ത മനുഷ്യരും ഈ ഉസ്താദ് ഇന്നമായ എല്ലാവരും പറയല്ലോ ഇന്ന ഉസ്താദ് അജർലസ് മുത്തിയമായിരുന്നു ഉസ്താദിന്റെ കയ്യിൽ. അജർലസ് മുത്തിയ ആചാര്യനോട് ചോദിച്ചു നോക്കി, എന്തേനാവും എനിക്ക് 5 മിനിറ്റ് കിട്ടിയിരിക്കണമെന്ന് ഓരോരുത്തർ പറയും. എനിക്ക് 5 മിനിറ്റ് അന്നാവും എനിക്ക് ഭയങ്കര നിയമത്ത ഞാൻ 5 മിനിറ്റ് മുത്തി ഉസ്താദ് മുത്തിയോട് വിടുന്നു. അവര് പറയും അരിയിലും ഒരു 5 മിനിറ്റ് മുത്തിയില്ലേ. മഹാന് ഉസ്താദ് ഇജാബത്തുള്ള മനുഷ്യൻ. മനസ്സറിഞ്ഞ് കാരണം അപ്പം ഉത്തരം കിട്ടും. മനസ്സറിഞ്ഞ് മന്ത്രിച്ചാൽ അപ്പം ഫലം ഉണ്ടാവും. അങ്ങനത്തെ അനുഭവമേ ഉള്ളൂ. ആ നാവ് വലിയ ബർക്കത്തുള്ള നാവാണ്. കൂടുതൽ ദ്വാരക്കൊന്നും വേണ്ട. നമ്മളൊരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ദ്വാരക്കും. ഉസ്താദ് ചെറിയൊരു ദ്വാരക്കാണ്, പക്ഷേ വലിയ ഇജാബത്താണ്. അതോർത്തുകൊണ്ട് അത് അനുഭവമുള്ളവരെ നമ്മൾ അതോർത്തുകൊണ്ട് മക്കയിൽ നിന്ന് ദ്വാരപ്പിക്കണം എന്നുള്ളവർക്ക് ഉസ്താദിനെ തേടി ചെന്നപ്പോഴേക്കും പ്രവർത്തകർ പറഞ്ഞ് ഉസ്താദ് മദീനത്ത് പോയിക്കണം. അപ്പൊ എനിക്കൊന്ന് ഏതായാലും ഞാൻ മദീനത്ത് പോകണല്ലോ വിചാരിച്ച ഞാനും ഉംറക്ക് പോയതായിരുന്നു. ഞാൻ മദീനത്ത് പോയി. മദീനത്ത് ചെന്നപ്പോ റൂമൊക്കെ കിട്ടിയപ്പോ അന്ന് ഉസ്താദിനെ പറ്റി അന്വേഷിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം SYSന്റെ പ്രവർത്തകർ പറഞ്ഞ് ഉസ്താദ് പോയി മക്കത്തേക്ക് തന്നെ പോയി. സുബ്ഹാനല്ലാഹ്, ആകെ ടെൻഷനായി. മദീനയിൽ നിന്നും ദ്വാരപ്പിക്കാൻ പറ്റിയില്ല, മക്കത്ത് നിന്നും ദ്വാരപ്പിക്കാൻ പറ്റിയില്ല. അതൊരു വലിയ വിഷമല്ലേ. ഞാൻ എന്റെ അനുഭവം പറയട്ടെ. ഞാൻ അവിടുന്ന് മദീനത്തിന് ട്രാൻസ്ഫറായി മദീന പള്ളിയിൽ രാവിലെ കിടക്കാൻ റമളാനിക്കാം. കിടക്കുമ്പോ ഉസ്താദ് ഇഹ്റാമിന്റെ വേഷം ഉസ്താദ് നമ്മുടെ എടുത്തിട്ടുണ്ടാവും. ഉസ്താദ് മദീന പള്ളിയിൽ ഇരിക്കും. ഞാൻ ഉസ്താദിന്റെ അടുത്ത് ഉസ്താദിനെ കൈ പിടിച്ചു മുത്തി. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദിന്റെ പെട്ടെന്ന് മദീനത്തും മക്കത്തൊക്കെ മദീനത്തിൽ പെട്ടെന്ന് പോയി. ഉസ്താദ് പറഞ്ഞ് പിരിവൊക്കെ വളരെ മോശമാണ്. അഥവാ ഉസ്താദിന്റെ പോക്ക് മുഴുവൻ ദീനിനാണ്. ആ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ദീനിനാണ്. കിട്ടുന്ന കാശ് മുഴുവനും ദീനിനാണ്. എന്തും ദീനിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന മനുഷ്യൻ, വളരെ ജവാദായ മനുഷ്യൻ. ഉസ്താദിന്റെ ധർമ്മത്തിന്റെ സ്വഭാവം മിഥിലില്ലാത്ത രൂപത്തിലാണ്. എന്തൊരു ധർമ്മ സ്വഭാവമുള്ള മനുഷ്യൻ, ഉള്ളത് മുഴുവൻ കൊടുക്കും, ഇല്ലാത്തത് കൊടുക്കും. മക്കളുടെ ആഭരണം വിറ്റ് മർക്കസിന് ചെലവ് നടത്തിയിട്ടുണ്ട് ഉസ്താദ്. ആരാണ് ചെയ്യുന്നവർ? കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവനും അപ്പോഴുള്ള സഖാഫികൾ കൊടുക്കും. അനുഭവം ഉണ്ടാവും. ഒരു പേന പോക്കറ്റിൽ വന്ന സഖാഫികൾ നോട്ട അങ്ങട്ടാ അത് എടുത്തുണ്ടാവും. ഒരു പ്രശ്നവും ഒരു വെറുപ്പോ എന്തെങ്കിലും ഒരു മനസ്സിൽ എന്തെങ്കിലും ഒന്നുണ്ടോ? ഇല്ല. ഒരു ഷർട്ട് ഇട്ടാല് അപ്പോഴേക്കും ഒരു സഖാഫി കൈക്ക് ചിന്തയാണ്. ബർക്കത്തിന് വേണ്ടിയാണ്. ബർക്കത്തുള്ള തടിയാണ്, ബർക്കത്തുള്ള ശരീരമാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അപ്പോ ഉസ്താദ് പറഞ്ഞു പിരിവ് വളരെ മോശമാണ്. മറ്റൊന്ന് എന്നെ സംബന്ധിച്ച് ഇവിടൊക്കെ എന്തൊക്കെ കുപ്രചരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതും പ്രശ്നമാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് പോന്നതാണെന്ന് അറിയുന്നത്. ഇതിപ്പോ ഒരു സ്വപ്നം തന്നെയാണ്. പക്ഷേ ഞാൻ മക്കയിലേക്ക് 3 ദിവസം കഴിഞ്ഞ് മക്കത്ത് വന്നപ്പോ മക്കത്തെ പ്രവർത്തകരിൽപ്പെട്ട പലരും കണ്ട് ചോദിച്ചപ്പോ ഓരോരു വിഷയം പറഞ്ഞപ്പോ ഓര് പറഞ്ഞ വാക്കെന്താരോ, ഉസ്താദ് എന്താണോ ഉറക്കത്തിൽ എന്നോട് പറഞ്ഞ പദം അപ്പടിയാണ് എന്നോടൊരു പ്രവർത്തകൻ പറഞ്ഞത്. പിരിവ് വളരെ മോശം. അതിന്റെ പുറമെ പേരോട് ഉസ്താദിനെയും AT ഉസ്താദിനെയും ഇവിടെ പ്രധാനപ്പെട്ട പള്ളികളിൽ കുബൂരികളായി ഇവിടെ ശിർക്ക് പ്രചരണത്തിൽ എത്തിയിട്ടുണ്ട്. അവരെ പിടികൂടണമെന്ന് പല ഖുതുബുകളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കുപ്രചരണങ്ങൾ ഉണ്ടായതുകൊണ്ട് ഉസ്താദ് പെട്ടെന്ന് പോയതാണ്. ഉസ്താദ് വന്ന് പറഞ്ഞതും അതേ രൂപത്തിൽ. CP ഉസ്താദ് പറയാണ്, ഞാന് അജ്മീർ ഖാദിനെ സിയാറത്ത് ചെയ്തു. സിയാറത്ത് ചെയ്തിട്ട് അവിടുന്ന് ഖാദിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനുവേണ്ടി സിയാറത്ത് ചെയ്തു. അന്ന് രാത്രി ഖാജയെ ഞാൻ കണ്ടു. ഖാജയോട് ഞാൻ ചോദിച്ചു. എന്നോട് CP ഉസ്താദ് അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. CP ഉസ്താദ് നേരിട്ട് പറഞ്ഞ. ഞാൻ ഖാജയോട് ചോദിച്ചു, ഖാജ ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് എന്ന് ഞാൻ ഖാജയോട് ചോദിച്ചു.
AP ഉസ്താദിന്റെ സ്ഥാനം ഏതാണ്? അപ്പൊ ഖാജ പറഞ്ഞു റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടും തൂണാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഖാജയോട് പറഞ്ഞു ഇസ്ലാമിന്റെ തൂണാണെന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഔലിയാക്കളുടെ കൂട്ടത്തിൽ, ഔലിയാക്കളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ ഉസ്താദിന് വല്ല സ്ഥാനവുമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ തന്നെ ഖാജ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഔലിയാക്കൾക്ക്, ഇന്ത്യ രാജ്യത്തുനിന്ന് മാത്രമല്ല മൊത്തമുള്ള ഔലിയാക്കൾക്ക് ഒരു ശൂറയുണ്ട്, ഒരു മുശാവറയുണ്ട്. ആ മുശാവറയിൽ ഒരു പ്രധാന അംഗമാണ് AP എന്ന് ഖാജ എന്നോട് പറഞ്ഞു എന്ന് CP ഉസ്താദ് എന്നോട് പറഞ്ഞു. ഇവിടെ ഈ കവാടം തകർത്ത്, ഈ മാലകൾ മുഴുവൻ അങ്ങാടിയിൽ തള്ളിയിട്ട്, ഞങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ തകർത്ത്. നീ എന്തേ മനസ്സിലാക്കിയത്? എടാ, നീ ഹലാലിൽ പിറന്നവനല്ല. ഹലാലിൽ നീ ജനിച്ചവനാണെങ്കിൽ, ഒരു ഹലാലായ ഒരു നിക്കാഹിൽ നീ ജനിച്ചവനാണെങ്കിൽ നീ അത് ചെയ്യുകയില്ല. നിനക്ക് തന്തയില്ല എന്നതാണ് സത്യം. എടാ, ഇരുട്ടത്തെന്തൊക്കെ ചെയ്യാനാവും? ഇരുട്ടത്തെന്തൊക്കെ ചെയ്യാനാവും? ഈ മൈക്കിലൂടെ പറയുമ്പോഴും ഇത് ലോകത്തൊക്കെ കേൾക്കുന്നതെന്ന് പേടിച്ചിട്ട് ഞാനിപ്പോ പറയുന്നില്ല. ഇവിടത്തെ AP സുന്നിനെ തകർക്കാൻ നിന്റെ ഞാൻ പറയും. ഇപ്പൊ അത് മനസ്സിലാക്കിയത്. ഇതിപ്പോ ചെറിയ മാലകെട്ട് തള്ളിട്ട് അത് കഴിഞ്ഞ് ഈ രാമനാട്ടുകരയിൽ ഒരു സുന്നി പള്ളിയുടെ നേരെ ഒരു സുന്നി പണ്ഡിതൻ എതിരിൽ പ്രസംഗിച്ചു. നോക്കിക്കോളൂ, ഓരോരുത്തരും വളം വെച്ചു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു ആ പള്ളി അതും മസ്ജിദ് സമാണെന്ന് പറഞ്ഞു. ഒരു സുന്നി പണ്ഡിതന്റെ മറ്റൊരു സുന്നി പണ്ഡിതന്റെ പള്ളി. വിദേഹത്തേറെ പള്ളിയാണെങ്കിൽ ഇമാം സയ്യിദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് മസ്ജിദ് വിധിയാണ്. പക്ഷെ സുന്നി പള്ളിയെ പറ്റിയാണ് പറഞ്ഞില്ല. എന്നിട്ട് അവിടെ നിസ്കരിക്കാൻ പോയത് എന്തുണ്ടായി? അത് കേട്ട് എന്റെ അടിയിൽപ്പെട്ട ഒരു വക്കീൽ വന്ന് എന്തോ ചെയ്യും. സുബ്ഹാനല്ലാഹ്, അതിന്റെ ഹൗല് പള്ളിയുടെ മുകൾ ഭാഗത്താണ്. അവിടുത്തെ മുദരിസായ ഉസ്താദ് ഒരു ദിവസം ചെന്ന് നോക്കുമ്പോ ഉദ്ഘാടനത്തിന്റെ ദിവസം വെള്ളം ഹൗലിലേക്ക് വിട്ടിട്ടില്ല. ഇതിലേക്ക് ചാടിച്ചിട്ട് നേരം കൊടുക്കുമ്പോ ഹൗലിക്ക് കൊടുക്കുന്നതിന് മുമ്പ് മുകളിലൊന്ന് പോയി നോക്കാൻ ഔലിയാക്കന്മാര് തോന്നിപ്പിച്ചത് എനിക്ക് തോന്നുന്നു. ചെന്ന് നോക്കുമ്പോ ഏകദേശം ഒരു 5 കിലോ കാട്ടം പൊതിഞ്ഞിട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കോ, ആ വെള്ളം ആകെ ശൂന്യമായി, ഒന്നിനും പറ്റാതെ. ഇതൊക്കെയാണ് മാന്യത. ഒരു കൂട്ടരുടെ പിന്നെ മാല തകർത്തത് കൊണ്ട് ഇവിടെ ആശയം തകർക്കാൻ കഴിയുമോ? ഓരോരുത്തരും മനസ്സിലാക്കിയതല്ലത്. അള്ളാഹു ആ തകർത്ത കയ്യിന് തിക്തമായ പ്രതിഫലം നൽകുമാറാകട്ടെ, തിക്തമായ ശിക്ഷ നൽകുമാറാകട്ടെ. ആ കൈ കൊണ്ട് അവൻ തന്നെ ആ തകർക്കാൻ ആരൊക്കെ ഒരുമിച്ച് കൂടിയോ അവരെ മുഴുവൻ തമ്മിൽ ആ കൈ കൊണ്ട് അതിനെ കുത്തിക്കീറിയതുപോലെ കുത്തിക്കീറുന്നത് കാണാൻ അള്ളാഹു വിധിക്കുമാറാകട്ടെ. അവന്റെ ആ കൈയിൽ അള്ളാഹു മരിക്കുന്നത് വരെ ബറക്കത്ത് കൊടുക്കാതിരിക്കട്ടെ. അവൻ ആ കൈ കൊണ്ട് എല്ലാ മുസീബത്തിലും അവൻ പെടുമാറാകട്ടെ. അവന്റെ ജീവിതം മുഴുവനും അള്ളാഹു തുറക്കട്ടെ. മുത്തുനബിയുടെ പേര് ഞങ്ങളുടെ ബോർഡിലോ ഞങ്ങളുടെ ഗേറ്റിലോ എഴുതിയിട്ടുണ്ടെങ്കിൽ ആത്മീയത കൊണ്ട് എഴുതിയതാണെന്ന് മനസ്സിലാക്കി വെച്ചോ. അതിന് പവറുണ്ട്, അതിന് റസൂലുള്ളാഹി തങ്ങളുടെ പിന്തുണയുണ്ട്. അത് മുഴുവൻ നിന്റെ നെഞ്ചിലാണ് അറിയുക എന്ന് നീ മനസ്സിലാക്കിക്കോ. നീ മനസ്സിലാക്കി വെച്ചത് ചെറിയ കേസാണെന്നാ അന്റെ കപകമല്ലത്. ഞങ്ങളൊരു ഫ്ലക്സ് വെക്കുകയാണെങ്കിൽ ബിസ്മി എഴുതിയിട്ട് ബിസ്മി എഴുതിയിട്ട് വെക്കുക. ഇതിനെ തകർക്കുമ്പോഴേ അത് തട്ടുന്നത് വേറൊരു സ്ഥലത്താണ് ഈ കാണും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നീ ഇവിടെ ജീവിക്കുമല്ലടാ, കാണുന്നത്. ഇത്രയും നമ്മൾ പറയുന്നത്. വഹാബിയായാലും വേണ്ടിയില്ല, സുന്നിയായാലും വേണ്ടിയില്ല, ഏത് സൈസായാലും വേണ്ടിയില്ല. കാര്യം അറിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുള്ളൂ.
ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് ഹറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെയും ജീവിക്കുന്നില്ല. ഉസ്താദ് ഹറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെയും ജീവിക്കുന്നില്ല. ഉസ്താദ് ഹറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെയും ജീവിക്കുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യൽ. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യൽ. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ബഹുമാനിക്കുന്ന മഹാനായ ഉസ്താദിനെ മാത്രമാണ് പറഞ്ഞത്. അത് ഈ കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്റെ സമ്മതം കിട്ടിയിട്ട് വേണം ഉസ്താദിന്റെ മാത്രം പറയാം. എനിക്ക് കുറച്ച് വേദന ഉണ്ടാവും കേൾക്കുമ്പോ എനിക്കറിയാം. അതാണ് എനിക്ക് ഏറ്റവും വലിയ തുണ്ടി പിടിച്ചത്. അന്ന് അരിമണൊന്നും ഒരു മൂലത് ഹയാത്തുള്ള കാലത്ത് നിന്നെപ്പോലുള്ള തെണ്ടികൾ എഴുതിൽ തന്നെപ്പോലുള്ള തെണ്ടികൾ എഴുതിൽ തന്നെപ്പോലുള്ള തെണ്ടികൾ എഴുതിൽ സംസാരിക്കാനുള്ള നാവുകളാണ് ഞങ്ങൾക്ക് അള്ളാഹു എന്ന നാമം മനസ്സിലാക്കിക്കോ. എന്തിട്ട് മനസ്സിലാക്കിച്ചത്?